എനിക്ക് ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ കണ്ട സമയത്ത് കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ കമ്പയർ ചെയ്ത് പറയല്ല, പണ്ട് നമുക്കൊരു സെറ്റ് ഓഫ് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. വെച്ചിട്ട് ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിലെ കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനൊക്കെ ചില സീൻസിന് ആള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഇംപ്രവൈസേഷൻ ചെയ്യും, ഡയലോഗേ ഇല്ലാതെ. ഇപ്പോൾ നമ്മുടെ സന്ദേശത്തിനകത്ത് സിദ്ദിഖ് വീഴുന്ന സമയത്ത് ഈ ചിരി മാറ്റുമല്ലോ കൈ കൊണ്ട്, ജസ്റ്റ് ഒരു കൈ കൊണ്ട്. അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഈ പെൺകുട്ടിയോട് വരെ പെണ്ണ് കാണാൻ പോകുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ ജനലയുടെ അവിടെ നിന്ന് രാജയുടെ പെട്ടെന്ന് ഭാവം മാറ്റുന്നുണ്ട്. ഇപ്പോഴും മറ്റേ കോപ്പിയടി വർക്ക് ചെയ്യുന്നുണ്ടോ? ഭയങ്കര ടെക്സ്റ്റ് ബുക്കുള്ള സമ്പന്നമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമ തൊട്ടടുത്ത് തമിഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഭയങ്കര ഡയലോഗ് റെൻഡറിങ് ഈ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എൻ്റെ കണ്ണിൽ വളരെ ലേറ്റായിട്ട് വന്ന ഒരു ഗ്രേറ്റ് ആക്ടറാണ് M.R. രാധ എന്ന് പറയുന്ന ഗ്രേറ്റ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഞാനിപ്പോൾ കണ്ടു, കുറേ പോർഷൻസ്. എന്തൊരു ടൈമിംഗ് ആണെന്ന് അറിയാം. ഗ്രേറ്റ് ലെജൻഡ് അവിടുത്തെ ഡയലോഗ്സിൽ പുള്ളി ചെയ്യുന്ന ഇംപ്രൂവൈസേഷൻസ് ഉണ്ടാവും ചേട്ടാ. അതായത് ഭയങ്കര കാലത്തിന് കാര്യങ്ങളും. അതായത് മറ്റേ കുറച്ചാൾ കഴിഞ്ഞ് പഴനിക്ക് മുട്ടടിക്കാൻ പോകുന്ന ഒരു സീക്വൻസ് ആ ഒരു പടത്തിൽ, പണ്ടത്തെ പടത്തിൽ. അപ്പൊ ചോദിക്കുകയാണ് എങ്ങടാ പറയും പഴനിക്ക് ആണ്ടവനക്ക് മുടി കൊടുക്കുക, അവരുടെ ഭാഷ വേറെ ആണല്ലോ, മുടിക്ക് അവിടെ വേറെ ആണല്ലോ. ഉയിർ കൊടുത്ത സ്വാമിക്ക് ഇത് വേണം കൊടുക്കാൻ. പുള്ളി ആക്ച്വലി ഇൻ റിയൽ ലൈഫ് ഇതാ നിരീശ്വരവാദിയാ. അത് ഭയങ്കര സ്ട്രോങ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ സമ്പന്നമാണ്. അതേപോലത്തെ ടെക്സ്റ്റുകളുള്ള സിനിമകൾ, കണ്ടന്റ് ഉള്ള സിനിമകൾ, അത് ഈസിലി ഈ ബിഹേവിംഗ് ഒന്നും ഇന്ന് വന്നല്ല. സത്യൻ മാഷിന്റെ കാലം തൊട്ട് ബിഹേവിംഗ് പുതിയ ടേമായിട്ടൊക്കെ വെറുതെ പറയുന്നത്. ഇപ്പൊ എല്ലാരും ബിഹേവിംഗ്, അത് തെറ്റാ. ബിഹേവിംഗ് പണ്ടോട്ടെ ബിഹേവിംഗ് ആക്ടർ, നമ്മളുടെ സോ കോൾഡ് ഇപ്പോഴത്തെ ഗ്രേറ്റ് ആക്ടർ സൂപ്പർ സ്റ്റാർസ് എല്ലാം ബിഹേവ് ചെയ്തിട്ട് തന്നെയാ നമ്മൾ കണ്ട സിനിമകൾ പേരെടുത്ത് പറയുന്നില്ല ഒരു അതൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളപ്പം പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്. ഈ ഇപ്പൊ പുറത്തെ ചില വെബ് സീരീസുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അഡോളസൻസ് ഫോർ ഇൻസ്റ്റൻസ് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ഇതുവരെ സംസാരിക്കാത്ത ഒരു വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് പുറത്തത്തെ കണ്ടന്റ് കാണുന്ന സമയത്ത് ഇതുപോലൊന്നും മലയാളത്തിൽ സാധ്യമാണോ, ഇതുപോലൊന്നും മലയാളത്തിൽ സ്പേസ് ഉണ്ടോ, അങ്ങനെ തോന്നുന്ന നിമിഷങ്ങളുണ്ടോ പുറത്തെ കാണുമ്പോൾ? മെയിനായിട്ട് സീസൺ 1 നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ മെയിൻ എയിം ഇപ്പൊ പാതാളലോകം, ഡൽഹി ക്രൈം പോലെ, അതെ അതുപോലത്തെ നമുക്ക് മലയാളത്തിൽ നിന്നൊരു അവസരം കിട്ടി. അപ്പൊ എന്റെ മെയിൻ എയിം, കാരണം നമുക്ക് കുറച്ച് സമയമുള്ളായിരുന്നു, നമ്മുടെ ഈ ത്രെഡ് അവർക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതാണെങ്കിൽ ഒരു 4 എപ്പിസോഡിലുള്ള കണ്ടന്റുകൾ, അത് നമ്മൾ 6 എപ്പിസോഡ് ആക്കി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കിയത് ക്വാളിറ്റിയാണ്. മെയിനായിട്ട് വിഷ്വലും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആ ഒരു ഇതിലെത്തണം എന്നായിരുന്നു ഫസ്റ്റ് സീസണിൻ്റെ ഇത്. സെക്കൻഡ് സീസണിൽ വന്നപ്പം എനിക്ക് ഇപ്പോൾ ബാഹുലിനെ എനിക്കറിയാം. അപ്പോൾ എനിക്കും ഒരു നമ്മുടെ മലയാളത്തിൽ നിന്നൊരു ഒറിജിനൽ സാധനം വേണം എന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട്, അവനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കൊളാബറേഷൻ വെച്ചതും. അപ്പോൾ ഇത് വെളിയിൽ, നമ്മൾ ഇന്ത്യയുടെ വെളിയിൽ ആലോചിക്കുന്നില്ല, പക്ഷെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഹിന്ദിയിലെ ആൾക്കാരും തമിഴിലെ ആൾക്കാരും എല്ലാം ഇത് കാണുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ എന്നുള്ളത് പറയണം എന്നൊരു, അല്ലെങ്കിൽ ആ റീച്ചിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട്, കണ്ടന്റ് എല്ലാം വർക്കായാൽ. അപ്പോൾ അത് നമ്മൾ നോക്കാറുണ്ടായിരുന്നു. എനിക്ക് 1-ൽ 2-ൽ ലൈഫ് ടച്ചിങ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നവാസ് പള്ളിക്കുന്നിന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറയുന്ന സീക്വൻസ്. 2 ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒരു വൈറലായ സാധനമാണ് ലാൽ സാർ പറയുന്നത്, ഒരുത്തനെയും നമ്മുടെ ലൈഫില് അഭിപ്രായം പറയാൻ സമ്മതിക്കരുത്. ആൻഡ് ഈ രണ്ടും കണക്ട് ആവുന്ന പോലത്തെ ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് 2-ൽ വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഫാമിലി ഈ പറഞ്ഞ പോലെ അങ്ങനെ പേഴ്സണൽ അങ്ങനെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും ഇല്ല. കാരണം ഫസ്റ്റിനകത്ത് നമ്മളത് കേസ് ഇച്ചിരി സ്ട്രോങ്ങും മൾട്ടിപ്പിൾ ലെയേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് അധികം, കാരണം ഫസ്റ്റിനകത്ത് അത് ചെയ്തു, ഞാൻ അത് ഇതിനകത്തും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഇത് തന്നെ ചെയ്യാനുള്ളൂ എന്നുള്ള സാധനം വരും. അത് മറ്റേനകത്ത് അവിൽ മിൽക്ക്, അപ്പൊ ഞാൻ ഇനി ഒരു ഫുഡിന്റെ എലമെന്റ് ഇട്ടുകൊണ്ട് വന്നാൽ ഇവന് ഇത് മാത്രം അറിയത്തുള്ളൂ എന്ന് എല്ലാവരും പറയും. സോ ഞാൻ അത് ബോധപൂർവം ഇതിനകത്തില്ല, ഞാൻ അത് ഒഴിവാക്കി. ചേട്ടാ, ഈ പുറത്തത്തെ കോണ്ടന്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ തമിഴ് സിനിമയിൽ മണികണ്ഠൻ എന്നുള്ള ആക്ടർ അവിടെ രസമായിട്ടുള്ള ഒരുപാട് കുടുംബ സിനിമകൾ ചെയ്യുന്നു. കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ, ഗുഡ് നൈറ്റ്, ലവർ, അജിച്ചേട്ടനൊക്കെ പറ്റുന്ന സോണ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പ്രൊഡക്ഷൻ ഹൗസും കയ്യിലുണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് ചെയ്യണമെന്ന്? പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തത് ഇതുവരെ സേവ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി അങ്ങനെ നടന്ന ഓഫ് കോഴ്സ്
നമുക്ക് അങ്ങനത്തെ സിനിമകൾ എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്നുണ്ട്. അതിൽ ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരുപാട് ഇപ്പോഴും നമുക്ക് നമ്മുടെ ഇപ്പൊ ഏറ്റവും ടൂറിസ്റ്റ് എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് അപ്പം അത് ഇന്ന് അങ്ങനത്തെ ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ളവർ അറിയാം. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് തരുന്നൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഫണ്ടാസ്റ്റിക് ഇപ്പം അങ്ങനത്തെ ഒരു നിലയിലല്ല. അപ്പം നാച്ചുറലി അങ്ങനത്തെയുള്ള ഇപ്പം എൻ്റെ കൂടെയുള്ള ഒരാൾ, കൂടുതൽ മാനേജർ, ഇപ്പോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വല അതിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1-2 സിനിമകൾ അദ്ദേഹം പ്ലാൻഡ് ആണ്. അപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിഷൻ അതാണ്. വല ഒരു ഭയങ്കര പ്രതീക്ഷ ഭാരം ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റായി മാറുന്നുണ്ട്. പ്രതീക്ഷ മതി, ഭാരം. ചെറിയൊരു ഒരു പുള്ളിയുടെ സ്ഥിരം ഞാൻ ഗഗനചാരി പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ഒരു ലോകം പുള്ളി ഉണ്ടാക്കുന്നു, അരുൺ ചന്തു. ആ ലോകം എന്താണെന്ന് ഞാനും കഴിഞ്ഞിട്ട് കാണാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പം ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി മൾട്ടിപ്പിൾ സ്കെഡ്യൂൾസ് ഉണ്ട്. അതൊരു കാണ്ടമായിട്ടുള്ള ഒരു പ്ലാനാണ്. വലിയ ഭാഗ്യമല്ലേ അമ്പിളിച്ചേട്ടന്റെ മകനായി സ്ക്രീനിലെത്തുക? തീർച്ചയായിട്ടും മകൻ മൂലമല്ല, അപ്പുറത്ത് പാസിംഗ് ഷോട്ട് ആണെങ്കിലും വെരി ഹാപ്പി. അതിൽ കാണാൻ പറ്റുന്നതിൽ തന്നെ സന്തോഷമല്ലേ. വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടറിന് കുറച്ചും കൂടി പുഷ് കൊടുക്കാൻ പറ്റും. സിനിമ പോലെ ഈ 2.5 മണിക്കൂറിന്റെ അല്ലെങ്കിൽ തിയേറ്റർ ഇന്റർവെൽ, ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ആ പരിമിതികളില്ലല്ലോ. അത് 2 സീസണിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് നമുക്ക് 6 എപ്പിസോഡ് അരമണിക്കൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അവർ തന്നിട്ടുണ്ടായിരുന്നു 6 മണിക്കൂർ. അപ്പൊ നമ്മൾ അതിനുള്ളിൽ തീർക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ ബിഞ്ച് വാച്ച് ചെയ്യണമെന്ന് നമുക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഡ്യൂറേഷൻ നോക്കുമ്പം ഒരു 2.5 മണിക്കൂർ, സിനിമയുടെ ഡ്യൂറേഷൻ ആകുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അത് ഈ പ്ലാറ്റ്ഫോമും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ നിർത്തണമെന്നൊരു നമുക്ക് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സീസണും അതുപോലെ തന്നെയാണ്. 25 to 30 മിനിറ്റ്സ് വരുന്ന 6 എപ്പിസോഡ് തന്നെയാണ്. എല്ലാം കൂടെ ഒരു 245 ആ റേഞ്ച് ഇതും ഉള്ളൂ, ആക്ച്വലി ഉള്ളൂ. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ദാഹദാണേലും നമ്മൾ ഹിന്ദി സീരീസ് ഒരു എപ്പിസോഡ് 51-52 മിനിറ്റ്. പക്ഷെ നമ്മുടെ ഇവിടെ അത് എങ്ങനെ എഫക്റ്റീവ് ആവുമെന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ലാഗ് അടിച്ചാലോ എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ പക്ഷെ അത് കാണുമ്പോൾ നല്ലതാണെന്നും ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ലാഗ് അടിക്കുമെന്ന് പറയുമെന്ന ഡൗട്ട് പ്ലാറ്റ്ഫോമിനുണ്ട്. കാരണം ഇപ്പം അവര് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റിൽ എത്ര പേര് നിർത്തിയിട്ട് പോയി, അങ്ങനത്തെ ആ ഒരു മീറ്റർ വെച്ച് അൽഗോരിതം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ലെങ്തി ഭയങ്കര ഒരു അരമണിക്കൂറിന് മണ്ടയിലുള്ള ലെങ്ത് അവർ സമ്മതിക്കാനുള്ള ചാൻസ് ഇപ്പോഴത്തെ ഇതിൽ കുറവാണ്. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിൽ വെച്ചില്ല. ടൈമും ഞാൻ ബാഹുലിനോട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് 6 എപ്പിസോഡ് വേണം, നീ എഴുത്. അല്ല, ഞാൻ വേറെ ചോദിച്ചോട്ടെ, ബാഹുലിനോട് അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് എഴുതിയ റൈറ്ററിനോട് ഈ ക്ലിഫ് ഹാങ്ങർ ഇടാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഇല്ല, ഫസ്റ്റ് എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലോട്ട് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരുമിച്ച്. കാരണം നമ്മുടെ ഒരു ഫേമസ് കേസ് 2011 നടക്കുന്ന അതേ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ രണ്ടിനും ഈ പറഞ്ഞ ബാഡ്ജ് കിട്ടി. എപ്പോഴും പോലീസിൽ ഒറ്റ തവണ ബാഡ്ജ് ഓഫ് ഓണർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ചരിത്രം മാറിക്കൊണ്ട് അന്നത്തെ സമയത്ത് ഈ ഫോണ് മറ്റേത് ട്രാക്ക് ചെയ്യാൻ പാടാ, അങ്ങനെ കിട്ടിയതാ. അപ്പം ഞാൻ പറഞ്ഞു ഡേ വെക്കാം, നമുക്ക് ഒരു ത്രില്ലിങ്, ഡേ 1, ഡേ 2, 6 ദിവസം കൊണ്ട് കണ്ടുപിടിക്കൂ എന്ന സാധനം. അങ്ങനെ അപ്പൊ നമുക്ക് ഡേയ്സ് ആയി. അപ്പൊ ആ ഗ്രാഫ് പിടിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് അവൻ എഴുതും, എനിക്ക് അയച്ചു തരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റത്തെ ആ ക്യാൻറ്റീനിലെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രാമയാണ്. അപ്പൊ അത് എവിടെന്ന് അവനെ കിട്ടും. ശരിക്കും ഒരു KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പുള്ളിയെ പിടിച്ച്. അപ്പൊ നമുക്ക് അതറിയാം, പക്ഷെ അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലടിക്കണം. അപ്പൊ ഈ പോലീസ് ക്യാൻറ്റീനിൽ തന്നെ ഉണ്ടെങ്കിലോ, പോലീസ് യൂണിഫോം ഇട്ട് ആൾക്കാർ പോകുന്നുണ്ട്, അവിടെ തന്നെ ചായ ഒക്കെ കൊടുക്കുന്നവനാ ഇവൻ എന്നുള്ള രീതിയിലാക്കിയാലോ. അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അങ്ങനെ കിട്ടിയതാ. അപ്പൊ നമ്മള് ഓൾറെഡി വെബ് സീരീസ് കാണുമ്പം അറിയാലോ അവസാനം ഒരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട് എന്നുള്ള സാധനം. അപ്പൊ അത് നമ്മൾ പറയും, എടാ അടുത്ത എപ്പിസോഡ് കാണിക്കണം, കാണാൻ വേണ്ടി ആൾക്കാരിരിക്കണം. ഇപ്പം ഫസ്റ്റിൽ നമുക്ക് ഈ കൂടുതലും അത് ഫോഴ്സ് ചെയ്ത് കാണിക്കാനുള്ള സീക്വൻസ് അങ്ങനെ വെക്കുമായിരുന്നു. സെക്കൻഡ് കുറച്ചുകൂടെ അത് കുറവാണ്, ഉണ്ട് ക്ലിഫ് ഹാങ്ങേഴ്സ് ഉണ്ട്. ഇപ്പൊ ഡൽഹി ക്രൈമിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ആ സിമ്പിൾ കണ്ടോണ്ടല്ലേ ഫസ്റ്റ് ഇത് പോകുന്നത്. അതായത് സ്കൂളിൽ എല്ലാ ബസ്സുകൾ തപ്പുന്നു, കിട്ടുന്നില്ല. ലാസ്റ്റ് ഒരാൾ കയറി ചെല്ലുമ്പോൾ ആ ഗണപതിയുടെ അത് കാണുന്നു. പക്ഷെ അത് പോലീസുകാർ കയറാൻ പോയപ്പോൾ ഇത് വേറെ ബസ്സാന്ന് തന്നെ ഇറങ്ങി പോകുമ്പോൾ അങ്ങനത്തെ. സെക്കൻഡ് സീസൺ കുറച്ചുകൂടെ അങ്ങനത്തെ പഞ്ചസായിരിക്കും കൂടുതൽ.